പിസയിലും ബർഗറിലും നമ്മൾ ഉപയോഗിക്കുന്ന ചീസാണ് ഈ കാണുന്നത്. ചീസ് മേക്കിങ്ങിൽ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പയ്യെ അതിനെ കട്ട് ചെയ്യും. അപ്പോൾ വൈനിൻ്റെ വീര്യം കൂടുന്തോറും വെക്കുന്തോറും വീര്യം കൂടുന്നു പറയില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫാക്ടറിയിലൊക്കെ ചെന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം. ഇത് നമ്മൾ ലിക്വിഡായിട്ട് വന്ന മിൽക്കിനെ കുക്ക് ചെയ്ത് സോളിഡായി കൺവേർട്ട് ചെയ്ത് ചീസിൽ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നല്ല ഗംഭീരമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇത് മുഴുവൻ ഞാൻ തന്നെ എടുത്ത് കഴിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ. രാഹുലേ, നമുക്ക് കിട്ടില്ല. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ സിമ്പിളായിട്ട് ചീസ് ആൻഡ് മീറ്റ് ബോർഡ് സെറ്റപ്പ് ചെയ്യാം. ഈ ചീസ് ഇതിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റും. സോ ഏതൊരു മലയാളിക്കും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലേവറും കൂടിയാണത്. ഒരു ബേബീനെ എങ്ങനെയാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക അതുപോലെ ടേക്ക് കെയർ ചെയ്യണം. കേരളത്തിൽ തന്നെ ആദ്യമായി ചീസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരാണ്. ശുദ്ധമായ പാലിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ചീസ് നിർമ്മിക്കുന്ന കാഴ്ച കാണാനാണ് നമ്മളിപ്പോൾ കസേരോ ക്രീമറി എന്ന് പറയുന്ന ഫാക്ടറിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറിക്ക് അകത്ത് നിന്ന് ഗംഭീരമായിട്ടുള്ള ചീസിൻ്റെ നിർമ്മാണ കാഴ്ചകൾ കാണാം. എൻ്റെ കൂടെ കമ്പനിയുടെ ഓണർ അനു ജോസഫ് ഉണ്ട്. മാഡം നമസ്കാരം. പാല് ഫാമിൽ നിന്ന് കൊണ്ടുവരും. നമ്മളതിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, ഇപ്പം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടോ അങ്ങനത്തെ ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് ഉണ്ട്. അതിന് ശേഷമാണ് നമ്മളതിന് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ചെയ്യുക. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ കൊല്ലം നമ്മൾ കൊടുക്കുന്ന ചീസ് എന്ന് പറയുന്ന ഒരേ ഫാറ്റ് പെർസെൻറ്റേജിലാക്കണമല്ലോ. അപ്പോൾ നമ്മളതിന് ക്രീം സെപ്പറേഷൻ ചെയ്യും. ക്രീം സെപ്പറേഷൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഇതിനെ പാസ്ചറൈസേഷൻ യൂണിറ്റിലോട്ട് ഇടും. സോ ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിൽ നിന്ന് മിൽക്ക് എടുക്കുന്ന കാരണം അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനകത്തുള്ള ഹാംഫുൾ ഏത് ബാക്ടീരിയനെ നമ്മളതിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്ത മിൽക്കിനെ നമ്മളിപ്പോൾ ചീസ് മേക്കിംഗ് വാറ്റിലോട്ട് കൊണ്ടുവന്നു. ഇനിയാണ് നമ്മൾ ചീസ് മേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ചീസ് മേക്കിംഗ് എന്ന് പറയുന്നത് മിൽക്കിനെ ഫെർമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ചീസിനും ഓരോ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുക. സോ ഫെർമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ചീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഗുഡ് ബാക്ടീരിയൽ കൾച്ചേഴ്സ് നമ്മളിതിനകത്ത് ഇടാൻ പോവാം. ഈ കൾച്ചറാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഡെവലപ്മെൻറ്റിനും ടെക്സ്ചറിനെയും ഒക്കെ അതിൻ്റെ മെൽറ്റിംഗ് പ്രോപ്പർട്ടീനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു എൻസൈമും കൂടി ഇടും. ആ എൻസൈമാണ് ഈ മിൽക്കിനെ സോളിഡ് സ്റ്റേറ്റിലോട്ട് ആക്കുന്നത്. ഇപ്പോൾ എൻസൈം ഇട്ട് നമ്മളതിനെ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേജാണ്. ഇതിനെ റെനറ്റിംഗ് എന്ന് അതിന് പറയുക. അപ്പോൾ ഇതൊരു സ്ലോ ടേണിൽ നമ്മളതിനെ കട്ട് ചെയ്യും. ഇതിനകത്ത് ആ യെല്ലോ ലിക്വിഡ് പോലെ കാണുന്നതാണ് വേ എന്ന് പറയുന്നത്. അതാണ് ചീസ് ഉണ്ടാക്കി കഴിയുമ്പം ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന ലിക്വിഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എടുത്താൽ അതിനകത്തുനിന്ന് 1 കിലോ ഓഫ് ചീസ് പ്ലസ് ഒരു 9 ലിറ്റേഴ്സ് ഓഫ് വേ വരിക. നേരത്തെ കണ്ടത് മൊത്തം ലിക്വിഡ് ആയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഇതൊരു സോഫ്റ്റ് കേർഡ് എന്നാണ് ഈ സ്റ്റേജിൽ അതിനെ വിളിക്കുക. ഈ കട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ റെസ്റ്റിംഗ് പീരീഡ് ഭയങ്കര ക്രൂഷ്യലാണ് ചീസ് മേക്കിങ്ങിൽ. റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേർഡ്സ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചീസ് മേക്കിങ്ങിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ടായി. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ ലിക്വിഡായിട്ട് വന്ന മിൽക്കിനെ കുക്ക് ചെയ്ത് സോളിഡായി കൺവേർട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ചീസ് കേർഡ്സാണ്. അപ്പോൾ ഈ ചീസ് കേർഡ്സിനെ നമ്മൾ ഇതിനകത്തോട്ടാക്കി നാളത്തേക്ക് ഇതൊരു പ്രസ്സിങ് കഴിയുമ്പോൾ ഒരു സ്മൂത്ത് സർഫസ് വീലായിട്ട് മാറും. ഇതിപ്പോൾ നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്ന മോൾഡാണ്. ഈ മോൾഡിലോട്ട് നമ്മളിട്ട് ഇതിനെ ഓവർനൈറ്റ് പ്രസ് ചെയ്യണം. ഈ പ്രസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള എല്ലാ വെയിനെയും റിമൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ റിമൂവ് ചെയ്താലാണ് നമുക്ക് ശരിക്കും ഏജ് ചെയ്യുമ്പോൾ ഫ്ലേവർ ഡെവലപ്മെൻറ്റ് വരുള്ളൂ. നമുക്ക് ഓവർനൈറ്റ് പ്രസ് ചെയ്യണം. നാളെ കാലത്തേക്കാണ് അതിനെ ഈ മോൾഡിൽ നിന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചീസ് മേക്കിംഗ് കഴിഞ്ഞ് പ്രസ്സിങ് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് ഇതൊരു ചീസ് കേവാണ്. അപ്പോൾ ചീസിനെ ഇവിടെ നമ്മളൊരു 2 months to 2 years വരെ ഏജ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതൊരു റെഡി ടു സെൽ പ്രൊഡക്റ്റ് ആവുള്ളൂ. ചീസിനെ ഏജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വൈനിനെ വീര്യം കൂട്ടാൻ വേണ്ടി വയ്ക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിനകത്ത് നമുക്കൊരു ഏകദേശം 6 kinds ഓഫ് ഏജ്ഡ് ചീസ് വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് ഗൗഡ എന്ന് പറയുന്നൊരു ചീസ് ഉണ്ട്. അത് എനി ടൈം ബിറ്റ്വീൻ 4 to 6 months നമ്മൾ ഏജ് ചെയ്യുന്നത്. പാർമഷാനാണെങ്കിൽ എങ്ങനെയായാലും ഒരു 1 yearന് ശേഷമാണ് നമ്മളത് സെല്ല് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് 2025 ഉണ്ടാക്കുന്ന ഒരു പാർമഷാനാണെങ്കിൽ നമ്മളത് 2026 അതിനെ കൊടുക്കുക. ഇതെന്ന് പറയുന്നത് മലബാർ ബ്ലാക്ക് ചീസാണ്. സോ ഇതിന് ഈ ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിരിക്കുന്നത് ഒരു തലശ്ശേരി പെപ്പറാണ്. ഇതിനകത്ത് നമ്മൾ ഗാർലിക് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മിനിമം 70 to 80 days ഒക്കെ നമ്മൾ ഏജ് ചെയ്തിട്ടാണ് ഇതിന് സെല്ല് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത പ്രോസസ്സൊക്കെ വ്യത്യാസമായിരുന്നു. ഇത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ പ്രോസസ്സിന്? സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ചീസാണ്. മോസറല്ല എന്ന് പറയുന്ന നമ്മൾ അവിടെ ചെയ്യുന്നത് ഗൗഡ എന്ന് പറയുന്ന ചീസ്. അതൊരു ഏജ് കാറ്റഗറി ചീസാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ്. പിസ്സയും ബർഗേഴ്സൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ചീസ് പുള്ളില്ലേ, ആ വലിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ആദ്യം ചീസ് ഉണ്ടാക്കുമ്പോൾ അച്ചീവ് ചെയ്യുന്നതെന്നാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത്. ഇതുപോലെയാണ് നമ്മൾ
പിസ്സ കഴിക്കുമ്പോൾ വരുന്നത് അല്ലേ? അതെ. സോ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഞാനൊരു ചീസ് ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കഴിക്കാം. ഓക്കെ, റെഡി, കഴിക്കാൻ പറ്റും നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയത്, വെരി മിൽക്കി, വെരി ക്രീമിയാണ്. സാധാരണ നമ്മൾ സെല് ചെയ്യുമ്പോൾ ഫ്രഷ് മൊസറല്ലനെ നമ്മളൊരു സോൾട്ട് ബ്രൈനിലിട്ടിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഒരു സോൾട്ട് ബ്രൈൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആകെ കൂടെ ഫ്ലേവർ കൊടുക്കുന്നത് ഈ സോൾട്ടാണ്. കഴിക്കാം. അപ്പോൾ ചീസ് മാനുഫാക്ചറിങ് അതിനകത്ത് വന്ന് റെഡി ടു ഈറ്റ് ചീസ് റെഡിയായി. ഇതേ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് മേഡം എൻ്റെ കയ്യിൽ തന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഈ പാല് തന്നെ, പാലിന് മേലെ ഈ ഒരു ചെറിയൊരു സോൾട്ടിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇതിൽ ഡിപ്പ് ചെയ്തപ്പോൾ സാധനം മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു മിൽക്കി സാധനം, നല്ല ക്രീമി ആയിട്ടുള്ള സാധനം കഴിക്കുന്ന പോലെയുണ്ട്. ഇത് നമുക്ക് ഈ ചീസ് തന്നെ സോൾട്ട് ബ്രൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിzzയുടെ മുകളിൽ ഇത് കട്ട് ചെയ്തിടാം. നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ചീസ്, അത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ചീസുകൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കഫേ സെറ്റപ്പ് കൂടി ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒലിവ് സ്റ്റഫ്ഡ് ചെറി മൊസറല്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ ബോൾ പോലത്തിൽ ഒലിവ് സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കും. അതിന് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോംപ്ലിമെൻ്ററി കൊടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ പെപ്പറോണി. ഇത് നല്ല, ഈ ചീസ് ഇങ്ങനെ നല്ലോണം പെയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ സിമ്പിളായിട്ട് ചീസ് ആൻഡ് മീറ്റ് ബോർഡ് സെറ്റപ്പ് ചെയ്യാം, ഏത് ചീസ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഈ ചീസ് ഇതിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടുത്തെ ഈ സ്പേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഏജ്ഡ് ഗൗഡ ചീസ്. നമ്മളൊരു 4 to 6 months ആണ് യൂഷ്വലി ഇത് ഏജ് ചെയ്യുക. അതിൻ്റെ ഒപ്പം നമുക്ക് ഏത് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾസ്, ഗ്രേപ്സ് ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ ഹാം നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളിവിടെ കെസാർ ക്രമറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന 15 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചീസസ് ആണ്. അതിനകത്ത് തന്നെ നമ്മുടെ ചീസുകളിൽ ഉണ്ടാക്കുന്ന ചീസ് സ്പ്രെഡ്സ് വേറെ ഒരു 6 types ഉണ്ട്. പിന്നെ ചീസ് ബേസ്ഡ് സ്നാക്സ് ഒരു 5 to 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട്. അത് ഈ റെഡി ടു ഫ്രൈ, സമൂസ, മൊസറല്ല ചീസ് സ്റ്റിക്സ് ഒക്കെ. പ്രോസസ്ഡ് ചീസും നോർമൽ ചീസും, അത് നമ്മുടെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ചീസും എങ്ങനെ തിരിച്ചറിയാം സാധാരണക്കാർക്ക്? നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം അതിനകത്ത് പ്രോസസ് ചീസ് ആണെങ്കിൽ അത് ഒരു ഡെഫിനറ്റ് ഷേപ്പിലായിരിക്കും, സ്ലൈസ് ക്യൂബൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്ലസ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് കുറേ ബൈൻഡേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, പിന്നെ പ്രിസർവേറ്റീവ്സ് എന്തായാലും ഉണ്ടാവും. നമ്മളുണ്ടാക്കുന്ന ഈ ആർട്ടിസണൽ ടൈപ്പ് ഓഫ് ചീസസിന് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഷെൽഫ് ലൈഫ് കുറവാണ്. പിന്നെ ഈ പ്രോസസ്ഡ് ചീസസിന് ഭയങ്കര ഷെൽഫ് ലൈഫായിരിക്കും. നിങ്ങളിപ്പം ഫ്രിഡ്ജിനകത്ത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ആർട്ടിസണൽ ചീസസിന് ആകെ കൂടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മിൽക്ക്, മൈക്രോബിയൽ കൾച്ചർ, നമ്മൾ ഇടുന്ന ഗുഡ് ബാക്ടീരിയ, പ്ലസ് അതിൻ്റെ സോൾട്ട്, മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ. വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ്? കേരളത്തിൽ നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. ഇവരെല്ലാവരും വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ചാനൽ അത് മാത്രമാണ്. ഇത് ബേൺറ്റ് ബാസ്ക് ചീസ് കേക്കാണ്. കേക്കാണ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ക്രീം ചീസ് കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. ചീസിൽ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നല്ല ഗംഭീരമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഒരു ചീസിൻ്റെ കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചോടെ. സൂപ്പർ, ഒരു രക്ഷയില്ല, ഗംഭീര സാധനം. അപ്പോൾ ഇതുപോലത്തുള്ള നല്ല ഗംഭീരമായിട്ടുള്ള കേക്ക് വേണമെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി കേക്കും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രീൻ മാംഗോ കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ വന്നു. കാസേരോ ക്രീമറി എന്ന് പറയുന്ന ചീസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ വന്ന് നല്ല ഗംഭീരമായിട്ടുള്ള ചീസിൻ്റെ നിർമ്മാണമൊക്കെ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.